വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മസാജ് പാക്കാണ് നമ്മൾ ഇൻസ്റ്റൻ്റ്ലി വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന രണ്ടേ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കെമിക്കൽ ഫ്രീ, ടോക്സിക് ഫ്രീ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ഹാമും ഉണ്ടാവില്ല. ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആക്നീസ് റെഡ്യൂസ് ചെയ്യാനും സ്കിൻ നല്ലോണം സോഫ്റ്റ് ആക്കാനും സപ്പിൾ ആക്കാനും, അതേപോലെ തന്നെ എന്തെങ്കിലും ഡേർട്ടോ ഇമ്പ്യൂരിറ്റീസ്, അതായത് നമ്മുടെ പോഴ്സിനുള്ളിൽ തങ്ങിക്കിടക്കുന്ന എണ്ണമ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊക്കെ അഴുക്ക് ഉണ്ടായിക്കോട്ടെ അതൊക്കെ നമുക്ക് നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഏർലി ഏജിനിങ് സൈൻ വരെ നമുക്ക് ഇല്ലാണ്ടാക്കാനും ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടിട്ട് ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നല്ലൊരു ടോണറായിട്ട് പോലും ആക്ട് ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ സൺ ടാനൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ടാനും കാര്യങ്ങളും ഡീറ്റാൻ ചെയ്യാനും, നോർമലി നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് തന്നെ സ്കിൻ ടൂൺ തന്നെ നന്നായിട്ട് മാറിപ്പോയിട്ട് ഭയങ്കര ഡാർക്ക് കളറായിരിക്കും. ചില പാക്കൊന്നും നമ്മുടെ ഫേസിൽ ഇട്ടാൽ ഏൽക്കില്ല. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ജസ്റ്റ് ഒരു 1 or 2 ടൈംസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്കിന്നിൻ്റെ കാര്യങ്ങൾ, ആ ഒരു ടെക്സ്ചർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ടോൺ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ലൈറ്റൻ ചെയ്യാനും നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും. അതാണ് ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യമേ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതിയെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് പാലാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത നമ്മുടെ ബനാന, അതായത് പഴമാണ്, നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഈ ഒരു പാലും കൂടെ മിക്സ് ചെയ്യുക. ദെൻ നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നല്ലോണം ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു പാക്കിൻ്റെ വെയിറ്റിംഗ് ടൈം നോക്കുകയാണെങ്കിൽ എത്ര നേരമാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാം, 25 മിനിറ്റ് വെക്കാം, ഇനി അതും അല്ലെങ്കിൽ 30 മിനിറ്റ് വെക്കാം. അപ്പോൾ ഈ ഒരു ടൈം സ്ലോട്ട്, 3 ടൈം സ്ലോട്ടിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾ 30 മിനിറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. എങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റൊക്കെ വെക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. ഏറെക്കുറെ ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന ആ ഒരു സ്റ്റേജ് മനസ്സിലാവും തൊട്ട് നോക്കുമ്പോൾ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 30 മിനിറ്റൊക്കെ വെച്ചോളൂ, ആ ഒരു ബെനിഫിറ്റ് എക്സാക്ട്ലി കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടാൽ നമ്മൾ പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് വൈറ്റമിൻസും അതേപോലെ തന്നെ ലാക്റ്റിക് ആസിഡൊക്കെ കൊണ്ട് റിച്ച് ആണല്ലോ നമ്മുടെ മിൽക്ക്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ലൊരു ക്ലെൻസിങ് ആണ്. അതുമാത്രമല്ല നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടെയാണ്. അപ്പോൾ ഈ ഒരു മാസ്ക് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഫേസിലൊക്കെ ഇട്ട് നോക്കുക. നമുക്ക് ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. എക്സാക്ട്ലി നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു മാസ്കാണ്. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ കിട്ടുന്ന, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.